ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ചാനൽ ഓമോയറിയിലേക്ക് സ്വാഗതം. ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട് വീഡിയോയിൽ. കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് തിരക്കും എക്സാമും തിരക്കുകളും ഒക്കെ കാരണം വീഡിയോസ് ഇടയ്ക്കെടുക്കാനും എഡിറ്റ് ചെയ്യാനുള്ള സാഹചര്യം സമയമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ലാഗ് വന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ മൂന്ന് അവസ്ഥകളെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളോട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അവസ്ഥകളാണിത്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ അവസ്ഥകളിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള അവസ്ഥയാണ് നമ്മളുടെ പ്രസന്റ്, ഈ നിമിഷം. പാസ്റ്റ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞു പോയാലും പലരും പല ട്രോമകളിലൂടെയും ഒക്കെ ആയിരിക്കാം കടന്നു വന്നിട്ടുള്ളത്. സന്തോഷങ്ങളും ദുഃഖങ്ങളും നമ്മളുടെ ആ വഴിയിൽ ഉണ്ടായിരുന്നിരിക്കാം. അതെല്ലാം നമ്മളുടെ റിസോഴ്സസ് ആണ്. അതിൽ നിന്ന് കിട്ടിയ അറിവും എല്ലാം തന്നെയാണ് നമ്മളെ മുന്നോട്ട് പോകാനുള്ള നമ്മളുടെ ശക്തി, നമ്മളുടെ സ്ട്രെങ്ത് എല്ലാം. അതിന് നമ്മൾ ആ രീതിയിൽ മാത്രം ഉപയോഗിക്കണം. പാസ്റ്റിനെ പലപ്പോഴും നമ്മൾ പ്രസന്റിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രസന്റിനെ കൂടെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ പോവാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി പലപ്പോഴും അവെയർ ആകുന്നില്ല. അതാണ് സത്യം. അവെയർ ആകാതെ ഇരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ പ്രസന്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യവും നമ്മൾ അറിയുന്നില്ല. ഇനി ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് ഉത്കണ്ഠപ്പെടാൻ ഒരുപാടുണ്ട്. പല കാരണങ്ങളും ഉണ്ടാവാം. നമ്മുടെ ഇന്നത്തെ പ്രസന്റ് തന്നെ ഫ്യൂച്ചറിന് ഉത്കണ്ഠപ്പെടാനുള്ള കാരണങ്ങളോട്ടായിരിക്കാം നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഫ്യൂച്ചറിന് അതിൻ്റെതായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ട്, അല്ലെ? നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ പ്രസന്റിൽ നമ്മളുടെ ഒട്ടും ടൈം ആൻഡ് എനർജി വേസ്റ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടെ പ്രസന്റിൽ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എത്രത്തോളം നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ടെൻഷൻ അടിക്കാം, ഉത്കണ്ഠപ്പെടാം, ഇതെല്ലാം ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്തോറും നമ്മളുടെ പ്രസന്റിൽ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് ഇല്ലാണ്ട് ഇരിക്കുവാണ്. ഫ്യൂച്ചറിന് നമ്മൾ നമ്മുടെ പ്രസന്റിലേക്ക് കൊണ്ടുവന്ന് പ്രസന്റിൽ ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ മറക്കുവാണ്. നമ്മളുടെ ആരുടെയും കുഴപ്പമല്ല, നമ്മൾ അങ്ങനെ ആയി പോകുന്നു. നമുക്കത് അറിയാം, പക്ഷെ നമ്മൾ അവെയർ ആകുന്നില്ല. അതിനെപ്പറ്റി നമുക്കുള്ള അവബോധം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിൽ എന്തോ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരിക്കാം. വീണ്ടും വീണ്ടും അതുകൊണ്ടാണ് നമ്മൾ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും പോയി അവിടുന്ന് കൊണ്ടുവന്ന് പ്രസന്റിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ആ ഒരു പ്രവണത നമ്മൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കുന്നതായിരിക്കും നമ്മളുടെ പ്രസന്റിനും ഫ്യൂച്ചറിനും വരാൻ പോകുന്ന പാസ്റ്റിനും നല്ലത്. ഞാനിന്ന് ഈ വീഡിയോ ഇവിടെ ഈ കാറിൽ വെച്ച് എടുക്കാനുള്ള ഒരു കാരണം, ഒരു ചെറിയ ഒരു കാര്യം, കാറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു തത്വം ഇതിന് ഉണ്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഈ സീറ്റിലിരുന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങൾക്കും ഫലപ്രദമായിട്ട് തന്നെ മനസ്സിലാക്കാനും സാധിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നെടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഡ്രൈവിംഗ് സീറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഭയങ്കര ഒരു ഹോട്ട് സീറ്റാണത്. ഈ സീറ്റിലിരുന്നാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് റൈറ്റ് ടൈമിൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വണ്ടി സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് വിചാരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ വേറെ പലതും ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് നഷ്ടപ്പെടും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാൻ പാടില്ല, നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലെ? തീർച്ചയായിട്ടും ജീവിതത്തിലാണെങ്കിലും നമ്മൾ ഈ സീറ്റിൽ, ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്ലോ ചെയ്യേണ്ടടുത്ത് സ്ലോ ചെയ്യും, സ്പീഡ് കൂട്ടേണ്ടടുത്ത് സ്പീഡ് കൂട്ടും, അവഗണിക്കേണ്ടുന്നതിന് അവഗണിക്കും, ഗിയർ മാറ്റേണ്ട സമയത്ത് നമ്മൾ ഗിയർ മാറ്റി സ്പീഡ് കുറച്ച് അങ്ങനെ കൺട്രോൾ ചെയ്യും, റിവേഴ്സ് പോയിട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്യും. ഇതെല്ലാം നമ്മൾ ഈ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾക്കും ഉണ്ടല്ലോ ഇങ്ങനൊരു സീറ്റ് സ്ഥിരം.
നമ്മൾ ആ സീറ്റിലിരുന്നുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ റിയർ മിററിലൂടെ. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ കാറിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കാണാനുള്ളതാണ് ഈ റിയർ മിറർ. നമ്മൾക്ക് ഈ റിയർ മിററിൽ നോക്കാണ്ട് ബാക്കിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റില്ല. അതെങ്ങനെയാണ് നമ്മൾ വരേണ്ടത് പോകേണ്ടതെന്ന് അവിടെ തന്നെ നോക്കി തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനേ പറ്റുള്ളൂ. അത്യാവശ്യം നമുക്ക് വേണ്ട സമയത്തൊക്കെ നമ്മുടെ കണ്ണവിടെ ഉണ്ടാവും, നോക്കും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മുടെ ഫ്രണ്ട് മിററിൽ, നമ്മുടെ ഫ്രണ്ടിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ റിയർ മിററിൽ ഫോക്കസ് ചെയ്ത് വണ്ടി ഓടിക്കാറില്ല. അത് നമുക്ക് റിസോഴ്സസ് ആണെന്ന് നമുക്കറിയാം. അതില്ലാതെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല വണ്ടി ഓടിക്കാൻ, അതും നമുക്കറിയാം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, കോൺഫിഡൻസും ഉള്ളൂ. നമ്മളുടെ റിസോഴ്സസ് ആണത്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് മിററിലും നമ്മൾ ഫ്രണ്ടിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചാൽ അവിടെ നമുക്ക് പ്രശ്നങ്ങളും അപകടങ്ങളിലേക്കും പോയേക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഈ പാസ്റ്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ, ഫോക്കസ് ചെയ്താൽ നമുക്ക് നഷ്ടപ്പെടുന്നതും നമുക്ക് സംഭവിക്കുന്നതും എന്താണ്? നമ്മളുടെ ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവിടെ ഇരുന്ന് ചെയ്യണം, അത് അവിടെയും ചെയ്യണം. അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. അല്ലെങ്കിൽ നമ്മളുടെ നാളെയും നമ്മൾ പാസ്റ്റിനെ പറ്റി ഓർത്ത് ദുഃഖിക്കും. ഈ പ്രസന്റ് മൊമെന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ പാസ്റ്റ് ഒരുപക്ഷെ നമുക്ക് ഒരുപാട് ദുഃഖമൊന്നും ഉണ്ടാക്കി തരില്ലായിരിക്കാം. അപ്പോൾ നമ്മുടെ പ്രസന്റ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന്റെ മെയിൻ സീറ്റാണിത്. എത്രത്തോളം മൈൻഡ്ഫുൾ ആയിട്ടും പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും നമ്മൾ ഇവിടെ ഇരിക്കുന്നുവോ, നമ്മുടെ കടമകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുവോ, അതാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ കാൽവെപ്പ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ കറക്റ്റായി എത്തിച്ചേരാനുള്ള ഒരേ ഒരു മാർഗം, ദ വൺ ആൻഡ് ഓൺലി വേ ആണിത്. ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം, അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. സോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ഡിയേഴ്സ്.